Good morning. A warm welcome to you all to our college. I am Radhakrishnan, a faculty of English, a faculty member in the Department of English of our college. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ധാരാളം ഇംഗ്ലീഷ് അധ്യാപകരിൽ ഒരാൾ. I am teaching you the general English topic common to BA, BSc, BCom, etc. BA, BSc, BComന് പൊതുവായിട്ടുള്ള ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ്, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൻ്റെ പേര് ദി കോർ ടെക്സ്റ്റ് ഈസ് ടൈറ്റിൽഡ് ലാംഗ്വേജ് സ്കിൽസ്, എ കോഴ്സ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. ലാംഗ്വേജ് സ്കിൽസാണ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൻ്റെ സ്കിൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഇൻ അവർ പ്രസൻറ്റ് വേൾഡ്. നമുക്കറിയാമല്ലോ ഇന്ന് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം. നമ്മളിപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്നവരായാലും കൊള്ളാം, ലിറ്ററേച്ചർ പഠിക്കുന്നവരായാലും, നമുക്കൊരു ജോലി സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് നോക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസാണ്. ഹൗ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, ഹൗ ഈസ് അവർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി അതെങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കറിയാം. എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ പ്രാക്ടീസ്. ഏത് കമ്മ്യൂണിക്കേഷനായാലും പ്രാക്ടീസിലൂടെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഈ ടെക്സ്റ്റിലൂടെ പഠിക്കുന്നത്. ടെക്സ്റ്റ് ഈസ് എൻടൈറ്റിൽഡ് ലാംഗ്വേജ് സ്കിൽസ്, എ കോഴ്സ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. So, you know, for communication we require some content. നമ്മുടെ മനസ്സിലൊരു വിഷയം വേണം. ആൻഡ് ഓൾസോ വി റിക്വയർ ദ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. ആ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് നമുക്ക് വേണം, വേണ്ടേ? നമ്മൾ സാധാരണ ചെയ്യുന്നത്, നിങ്ങളിപ്പം 10ാം ക്ലാസ്സിലായാലും ഹയർ സെക്കൻഡറിയിലായാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചത്, അതിൻ്റെ റൂൾസൊക്കെ പഠിച്ചു. അതിൻ്റെ ഗ്രാമർ റൂൾസിലാണ് പ്രാധാന്യം കൊടുത്തത്. ഞാനും അങ്ങനെ പഠിച്ചത്. അങ്ങനെ ഗ്രാമർ റൂൾസ് പഠിച്ചെന്ന് കരുതിയില്ല, അങ്ങനെയുള്ള ഇംഗ്ലീഷ് പഠനം അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നോയിങ് ഇംഗ്ലീഷ് ഈസ് സംതിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഈസ് അനദർ തിങ്. ഓർ നോയിങ് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ്. രണ്ടും വ്യത്യസ്തമാണ്. അല്ല, നമ്മളിപ്പോൾ സ്കൂളുകളിൽ സാധാരണ ചെയ്യുന്നത് റീഡിങ്ങും റൈറ്റിങ്ങും പഠിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് പഠിച്ചത്, നമ്മുടെ മലയാളം അങ്ങനെയാണ് പഠിച്ചത്. നമ്മുടെ അച്ഛനമ്മമാരും മറ്റുള്ളവരും ശബ്ദിക്കുന്നത്, ഉച്ചരിക്കുന്നത് കേട്ട് പഠിച്ചു. നമ്മളാദ്യം ലിസൺ ചെയ്തു, എന്നിട്ട് നമ്മളെന്ത് ചെയ്ത് വി സ്പോക്ക്, നമ്മൾ സംസാരിച്ചു. സ്പീച്ചാണ് അതിനുശേഷം വന്നത്. അതിനുശേഷമാണ് റീഡിങ്ങും റൈറ്റിങ്ങും വന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ റീഡിങ്ങും റൈറ്റിങ്ങും മാത്രം പഠിച്ചാൽ ഒരു ലാംഗ്വേജ് സ്വാഭാവികമായി പഠിക്കാൻ കഴിയത്തില്ല. ലേണിംഗ് എ ലാംഗ്വേജ് നാച്ചുറലി നീഡ്സ് ഓർ റിക്വയേഴ്സ് ദി 4 components, the 4 elements: listening, speech, reading and writing. Listening, speech, reading and writing. Listening, speaking, reading and writing. Listening L, speaking S, റീഡിങ് R, റൈറ്റിംഗ് W. LSRW നമുക്ക് ഷോർട്ട് ഫോം ഉപയോഗിക്കാം. സോ ദീസ് ആർ ദി 4 elements ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓർ ലേണിംഗ് ഇൻ ദിസ് പ്രോപ്പർ വേ വി ക്യാൻ ലേൺ കമ്മ്യൂണിക്കേഷൻ ക്വൈറ്റ് നാച്ചുറലി. സ്വാഭാവികമായി കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ഇങ്ങനെ കഴിയത്തുള്ളൂ. ലിസണിങ്ങിലൂടെ, സ്പീക്കിങ്ങിലൂടെ, പിന്നീടാണ് റീഡിങ്ങിലേക്ക് പോകേണ്ടതും റൈറ്റിങ്ങിലേക്ക് പോകേണ്ടതും. നമ്മുടെ ഈ ടെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ടെക്സ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 6 modules. മൊഡ്യൂൾസ് മീൻസ് പാർട്സ്, ഭാഗങ്ങൾ. 6 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഈ ടെക്സ്റ്റിനെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവർ ടെക്സ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 6 modules വിത്ത് 10 units. അങ്ങനെ അതിൻ്റെ സബ് ഡിവിഷനായിട്ട് 10 യൂണിറ്റുകളുണ്ട്. ദി ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദി വെരി ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, മേജർ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗങ്ങൾ, സെൻറ്റർ മുതൽ റിസീവർ വരെയുള്ള, നമ്മൾ മെസ്സേജ് അയക്കുന്ന സെൻറ്റർ മുതൽ അത് സ്വീകരിക്കുന്ന റിസീവറും അയാൾ അയക്കുന്ന ഫീഡ്ബാക്കും അതുവരെയുള്ള കാര്യങ്ങൾ. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ,
ദെൻ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ 1 പഠിക്കുന്നു. മൊഡ്യൂൾ 2 ഡീൽസ് വിത്ത് ലിസണിങ് ആദ്യത്തെ LSRW കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ആദ്യത്തെ എലിമെൻ്റായി, ആദ്യത്തെ കമ്പോണൻ്റായി ലിസണിങ് നമ്മൾ പഠിക്കുന്നു. ഡീൽസ് വിത്ത് ലിസണിങ് എന്താണ്, പിന്നെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ സഹായിക്കാതെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, ബാരിയേഴ്സ് ഓർ ബ്ലോക്സ് ടു എഫക്റ്റീവ് ലിസണിങ്. എൻഹാൻസിങ് മീൻസ് ഡെവലപ്പിംഗ് ലിസണിങ് സ്കിൽസ്. നമുക്ക് ഈ ലിസണിങ് സ്കിൽസിനെ എങ്ങനെ മെച്ചപ്പെടുത്താം? നിങ്ങൾക്ക് ആവശ്യമാണ്, വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ഇല്ലാതെ ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മയിൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് ലിസണിങ് സ്കിൽ. അതെങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും? അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ലിസണിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ LSRW പഠിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഫെണറ്റിക്സ്, ലിസണിങ്ങിൻ്റെ ഭാഗമായി ഫെണറ്റിക്സ് പഠിക്കുന്നു. ഫെണറ്റിക്സ് റെഡി റെക്കണർ. ഫെണറ്റിക്സിലെല്ലാം പഠിക്കുന്നില്ല, ഓർഗൻസ് ഓഫ് സ്പീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കുന്നില്ല. നമ്മൾ ആ ശബ്ദങ്ങൾ പഠിക്കുന്നു. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫോണറ്റിക് ലാംഗ്വേജ്. ആൽഫബറ്റിലെ ആ അക്ഷരങ്ങൾ ഉച്ചാരണത്തെ എല്ലാം സൂചിപ്പിക്കുന്ന 26 അക്ഷരങ്ങളേ ഉള്ളൂ. ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ 44 ഉണ്ട്. 44 എന്ന് പറഞ്ഞാൽ 20 വവൽസ്, സ്വരശബ്ദങ്ങൾ 20, 24 കൺസണൻസ് എന്ന് പറയുന്ന 24 ഉണ്ട്, വ്യഞ്ജന ശബ്ദങ്ങൾ. ഈ സ്വരശബ്ദങ്ങളിൽ തന്നെ 7 ഷോർട്ട് വവൽസ്, 5 ലോങ് വവൽസ്, 8 ഡിഫ്തോങ്സ്, അങ്ങനെ 20 വരുന്നത്. 7 ഷോർട്ട് വവൽസ്, 5 ലോങ് വവൽസ് ആൻഡ് 8 ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ കൂടിച്ചേരുന്നതാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഒരു ശബ്ദത്തിൽ തുടങ്ങി വേറൊരു സ്വരശബ്ദത്തിൽ അവസാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്വര സമുച്ചയമാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഡിഫ്തോങ്. അപ്പോൾ വവൽസ് 20, ബാക്കി 24 കൺസണൻസ്. ആ ശബ്ദങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ആ ശബ്ദങ്ങൾ പഠിച്ച് നിങ്ങൾക്കിപ്പം ഫെണറ്റിക് ട്രാൻസ്ക്രിപ്ഷനൊന്നും വരുന്നില്ല. അതിന് പകരം ഒരു വാക്കിലെ ഏതെങ്കിലും 1-2 അക്ഷരങ്ങളുടെ അടിയിൽ വരച്ചിട്ട് അത് ഏത് സൗണ്ടാണ് എഴുതി കാണിക്കാൻ. സൗണ്ട് ഇപ്പം ഷ് സൗണ്ട്, ഷ്, ജ്, ഇതൊക്കെ ഒന്ന് എഴുതി കാണിക്കാൻ പറയും. അത് നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷിൽ ഫെണറ്റിക്സ് അത്ര ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതേ സമയത്ത് ഈ ലിറ്ററേച്ചർ പഠിക്കുന്നവർ വിശദമായിട്ട് 4ാമത്തെ സെമ്മിൽ ഫെണറ്റിക്സ് കാര്യമായി പഠിക്കും. ഇപ്പോൾ ഫെണറ്റിക്സിൽ നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പഠിക്കുന്നു. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഏതാണ്? അതിന് റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ RP എന്ന പേരുണ്ട്. വവൽസ്, ഡിഫ്തോങ്സ്, പിന്നെ കൺസണൻസ്, പിന്നെ സിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് സ്ട്രെസ്സ്, പിന്നെ സ്ട്രോങ് ഫോംസ് ആൻഡ് വീക്ക് ഫോംസ്, പിച്ച്, ഇൻറ്റൊണേഷൻ. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. പിച്ച് എന്താണ്, ഇൻറ്റൊണേഷൻ, അതിൽ ഫാളിങ് ഇൻറ്റൊണേഷൻ എന്താണ്, റൈസിങ് ഇൻറ്റൊണേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 2 ലിസണിങ്ങിൽ പഠിക്കുന്നത്. മൊഡ്യൂൾ 3 ഡീൽസ് വിത്ത് സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. ലിസണിങ് കഴിഞ്ഞാൽ സ്പീക്കിംഗ്. ഇപ്പോൾ മൊഡ്യൂൾ 3 2ാമത്തെ LSRW രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എലിമെൻ്റായ സ്പീക്കിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്പീച്ച്, ചിലപ്പം എക്സാമിന് സ്പീച്ചിൻ്റെ ടെക്സ്റ്റ് എഴുതാൻ പറയും. അതുപോലെ ആങ്കറിങ്, അറിയാമല്ലോ ആങ്കറിങ്. റിമ്യൂ ടോമിയുടെ, രഞ്ജിനി ഹരിദാസിൻ്റെയൊക്കെ ആങ്കറിങ് കണ്ടിട്ടുണ്ട്. ആ ആങ്കറിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് എഴുതാൻ പറയുന്നു. പിന്നെ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഓഡിയോ ഉണ്ട്. പോഡ്കാസ്റ്റിംഗ്, സോഷ്യൽ മീഡിയയിലെ പോഡ്കാസ്റ്റിംഗ്. ആ പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് എഴുതാൻ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഈ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ പാർട്ടിലാണ്, ഈ മൊഡ്യൂളിലാണ്. മൊഡ്യൂൾ നമ്പർ 3. ദെൻ മൊഡ്യൂൾ നമ്പർ 4. സോ ഇറ്റ് ഹാസ് റീഡിങ് ഇൻ ഇറ്റ്. റീഡിങ് 3ാമത്തെ എലിമെൻ്റായ റീഡിങ് അത് കൈകാര്യം ചെയ്യുന്നത്. റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് റീഡിങ്, പലതരം വായന, മൊത്തത്തിലുള്ളൊരു വായന എന്ന് പറയുമ്പോൾ സ്കിമ്മിങ്, പിന്നെ അതുപോലെ പർട്ടിക്കുലർ ഇൻഫർമേഷൻ തേടിയുള്ള വായന, സ്കാനിങ്, പിന്നെ ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്. ദെൻ ബാരിയേഴ്സ് ടു റീഡിങ്ങിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ റീഡിങ് തടസ്സമടിക്കുന്ന എൻവയോൺമെൻറ്റൽ ബാരിയേഴ്സ്, അതുപോലെ ഇമോഷണൽ ബാരിയേഴ്സ്. അത് ഇംപ്രൂവിങ് ഇഫക്റ്റീവ് റീഡിങ്, എങ്ങനെ നമുക്ക് റീഡിങ്ങിനെ മെച്ചപ്പെടുത്താം. അതുപോലെ അത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം അതിലാണ് വരുന്നത്. തെറ്റ് തിരുത്തുന്നത്, എഡിറ്റിംഗ് അതിൽ വരുന്നു.
പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, അതായത് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ സ്പീക്കിങ്ങിലും ഉണ്ട്, എന്നാലും എസ്എ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് ഈ മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 മൊഡ്യൂൾ 5 ഡീൽസ് വിത്ത് റൈറ്റിംഗ് സെക്ഷനാണ്. അപ്പോൾ അതിൽ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു, റൈറ്റിംഗ് ഫോർ സ്പെഷ്യൽ പർപ്പസസ്, പിന്നെ പ്ലേജിയറിസം, മോഷണം, സാഹിത്യ മോഷണം, പ്ലേജിയറിസം. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസായി എക്സാമിനൊക്കെ ചോദിക്കുന്ന റൈറ്റിംഗ് ലെറ്റേഴ്സ്, ഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് എഴുതുക. അതുപോലെ റൈറ്റിംഗ് റിപ്പോർട്ട്സ്, അതും സ്ഥിരം ചോദ്യമാണ് റൈറ്റിംഗ് റിപ്പോർട്ട്സ്. റൈറ്റിംഗ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, MOM, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, മിനിറ്റ്സ് എഴുതുക. റൈറ്റിംഗ് മെമ്മോസ്, ഒരു കമ്പനിയിൽ ഒരു ബിസിനസ്സിൽ ഇൻറ്റേർണലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന മെമ്മോ എഴുതുന്നത് എങ്ങനെയാണ്. അതുപോലെ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്, നമുക്ക് സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്, നിങ്ങൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, കമ്പനിയിലെ CEOയ്ക്കോ അല്ലെങ്കിൽ മാനേജർക്കോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പിന്നെ കരിക്കുലം വിറ്റെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദമാണ്. കോഴ്സ് ഓഫ് ലൈഫ് എന്ന അതിൻ്റെ മീനിങ്. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് പദമായ റെസ്യൂമേ ഫ്രഞ്ച് വേർഡാണ്. സമ്മറി എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്യൂമേ. ഏതാണ്ട് റെസ്യൂമേയും കരിക്കുലം വിറ്റയും ഒരേപോലെയാണ്. അപ്പോൾ റെസ്യൂമേയും കരിക്കുലം വിറ്റ എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഒരു കവർ ലെറ്റർ വേണം. അതിന് ആമുഖമായിട്ടൊരു ലെറ്റർ എഴുതണം. ആ ലെറ്ററിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കവർ ലെറ്ററിനോട് അറ്റാച്ച് ചെയ്യുന്നതാണ് റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വിറ്റെ. അതൊരു സ്ഥിരം ചോദ്യമാണ് ഇപ്പോഴത്തെ എക്സാമിനുണ്ടായിരുന്നതല്ല. ബ്ലോഗിങ് ഇതിനെക്കുറിച്ച്, കറപ്ഷനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതാൻ ചോദിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ബ്ലോഗ്. ഇതല്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് മൊഡ്യൂൾ 5. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് അവസാനത്തെ മൊഡ്യൂൾ 6. ഇറ്റ് ഡീൽസ് വിത്ത് സോഫ്റ്റ് സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എലിമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് പോസ്ചർ മീൻസ് ബോഡി പൊസിഷൻ. നമ്മുടെ നില, നമ്മുടെ ശാരീരികമായ നില, പോസ്ചർ. ദെൻ ജെസ്റ്റേഴ്സ്, നമ്മുടെ ആംഗ്യങ്ങൾ. ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വരുന്നതാണ് ജെസ്റ്റേഴ്സ്. അതിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ വരും, അത് മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ് വരും, അതെല്ലാം വരും. ഐ കോണ്ടാക്ട്, മൂവ്മെൻറ്റ്സ് ഓഫ് ഐ കോണ്ടാക്ട്, കണ്ണുകളുടെ സമ്പർക്കം. പിന്നെ ടെലിഫോൺ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. നെറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. നെറ്റ് പ്ലസ് എറ്റിക്കറ്റ് ഈസ് നെറ്റിക്കറ്റ്. നെറ്റും എറ്റിക്കറ്റൂടെ ചേർന്നാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മറ്റാളുകളോട് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉതകുന്ന എല്ലാ കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിലൂടെ നമ്മുടെ ഈ ഒരു സെം 1 നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് സെമ്മിൽ അല്ലെങ്കിൽ സെം 1 നമ്മൾ പഠിക്കുന്ന ഇക്കാര്യങ്ങളാണ്. കാര്യങ്ങൾ വിശദമായി പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ചിലപ്പോൾ പറയേണ്ടി വരും, എഴുതേണ്ടി വരും, അതെല്ലാം ചെയ്യേണ്ടി വരും. അതെല്ലാം കൃത്യമായി ചെയ്യുക, ഭംഗിയായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തിലും നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. വി ഷുഡ് യൂസ് മാക്സിമം എഫേർട്സ്, നോട്ട് ഓൺലി ഇൻ ലേണിംഗ് ബട്ട് ഓൾസോ ഇൻ മൈ ടീച്ചിങ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ മാക്സിമം എഫേർട്സ് എടുത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കണം. Okay, let us meet with the Module 1 Basics of Communication in our next class.